ഹലോ എവ്രിവൺ. അപ്പം നമ്മൾ പല ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട്. പലരും പല രീതിയിലാണ് അപ്പം ഉണ്ടാക്കാറ്. അപ്പൊന്നും വെള്ളയപ്പൊന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? ഓരോ നാട്ടിൽ പോകുമ്പോൾ പല ടൈപ്പിലാണ് നമ്മൾ അതിനെ പറയാറുള്ളത് തന്നെ. ഇന്നിപ്പം ഞാൻ കാണിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. ഈ അപ്പത്തിൽ നമ്മൾ കരിക്കൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. പച്ചരി 1.5 കപ്പ്. ഇത് പച്ചരി അല്ലെങ്കിൽ വൈറ്റ് റൈസ് ഏത് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ദോശ റൈസ് ആണെങ്കിലും അതേപോലെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളെ സോണാ മസൂരി ആണെങ്കിലും കുഴപ്പമില്ല. ഇത് 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ തേങ്ങ ഗ്രേറ്റ് ചെയ്തത് 1 കപ്പ്. അത് കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, കാരണം തേങ്ങ അരയ്ക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. അത് 1 കപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ചുകൂടെ 1.25 കപ്പോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അവല് 1 ടേബിൾ സ്പൂൺ. അരയ്ക്കുന്നതിന് ജസ്റ്റ് മുമ്പ് വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് അരച്ചാൽ മതി. പിന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഏലക്ക 2 എണ്ണം, ഈസ്റ്റ് 1/4 ടീസ്പൂൺ. പിന്നെ നമ്മളുടെ കരിക്ക് 1 ഫുൾ കരിക്ക്. അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. 2 ബാച്ചസ് ആയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ആദ്യം ഒരു പകുതി അരി ഇട്ട് കൊടുക്കുക. ഇനിയും അവല ഇതൊന്ന് വാഷ് ചെയ്ത് എടുത്തതാണ്. അപ്പോഴത്തേക്ക് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് കുതിരുമല്ലോ ശരിക്കും. അത് മുഴുവനും ഇടാം. പിന്നെ തേങ്ങ ഗ്രേറ്റ് ചെയ്തതും പകുതി ഇടാം. പഞ്ചസാര, ഏലക്ക, ഈസ്റ്റ്. പിന്നെ അരയ്ക്കാനായിട്ട് നമ്മൾ വെള്ളത്തിന് പകരം കരിക്ക് വെള്ളമാണ് എടുക്കുന്നത്. അഥവാ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി ഞാനിതിപ്പോൾ അരച്ചിട്ട് കാണിച്ചു തരാം. നമ്മുടെ അപ്പത്തിൻ്റെ ആ കൺസിസ്റ്റൻസി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം ഓരോ കരിക്കിനും വെള്ളം കൂടുതലും കുറവും ഒക്കെ കാണുമല്ലോ. അതനുസരിച്ചിട്ട് 1 കരിക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ കരിക്കുണ്ടെങ്കിൽ കരിക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വെള്ളം യൂസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തു. ഇനിയും ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക്, അത് ശരിക്കും സ്റ്റീൽ പാത്രത്തിൽ തന്നെ നമ്മളിത് പൊങ്ങാൻ വെച്ചാൽ അതായിരിക്കും നല്ലത്. ഞാനൊരു വലിയൊരു പാത്രത്തിലേക്കാണ് മാറ്റിയത്. ഇതിൻ്റെ ഒരു അരഭാഗം മാത്രമേ നമ്മളുടെ മാവുള്ളൂ, അരയോ അതിൻ്റെ താഴേക്കേ ഉള്ളൂ. കാരണം ഇത് ഇനിയൊരു 8 മണിക്കൂറോളം നമ്മൾ ഇതൊന്ന് പൊങ്ങാൻ വെക്കും. ഇത് രാവിലെയാണ് നമുക്ക് അപ്പം വേണ്ടതെങ്കിൽ വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പം നമ്മൾ അരച്ച് വെച്ചാൽ മതി. അപ്പം ഒരു 8 to 10 hours ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കണം. ഇപ്പോൾ വൈകിട്ടത്തേക്കാണെങ്കിൽ രാവിലെ അരച്ച് വെക്കാം. പിന്നെ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് ഇപ്പോൾ തണുപ്പ് കൂടുതലാണെങ്കിൽ നമുക്കത് ഒരു 10 മണിക്കൂറെങ്കിലും മിനിമം എടുക്കും ഒന്ന് പൊങ്ങിക്കിട്ടാനായിട്ട്. തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് നമ്മുടെ മൈക്രോവേവിനകത്ത്, അതിനകത്ത് ജസ്റ്റ് ചെറിയൊരു ചൂട് എപ്പോഴും കാണുമല്ലോ, അത് അടഞ്ഞിങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ ആ മൈക്രോവേവിനകത്തേക്ക് എടുത്ത് വെക്കുക ചെയ്യുക. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല കറക്റ്റായിട്ട് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫുൾ കരിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാക്കി വന്ന കരിക്ക് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. കാരണം ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ ഇതിപ്പം ചുടാറാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ചിലപ്പോൾ കുറച്ചൊന്ന് മാവ് തിക്കാവും. ഇങ്ങനെ തിക്കായാൽ ഈ വെറും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് അല്ലെങ്കിൽ ചിലടത്ത് പാലൊഴിച്ചു കൊടുക്കും. അപ്പം കരിക്ക് ബാക്കിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. അതല്ല ഇപ്പോൾ കരിക്ക് ബാക്കി ഉണ്ടെങ്കിൽ വെള്ളത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ പാലിന് പകരമായിട്ട് നമുക്ക് ഈ കരിക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അതേപോലെ ഈസ്റ്റ്, ചിലവർക്ക് ഈസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പം ഈസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈസ്റ്റ് ഇതിൽ നിന്ന് അരയ്ക്കുമ്പോൾ ഒഴിവാക്കാം. എന്നിട്ട് നമ്മൾ അപ്പം ചുടുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് കുറച്ച് ബേക്കിംഗ് സോഡ ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. 1.5 കപ്പിന് 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. അത് നമ്മൾ ചുടുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് വേണം. ഇപ്പം അരയ്ക്കുമ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ചേർക്കുന്നതും ചുടുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് വേണം ഉപ്പ് ചേർത്തെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ ഇപ്പം നമ്മുടെ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടൊരു 10 hours ആയിട്ടുണ്ട്. മാവൊക്കെ നല്ല പൊങ്ങി നല്ല
പുളിച്ച മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് വേണം നമ്മളിത് അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പം ഈസ്റ്റ് ഇടാത്തവരാണെങ്കിൽ ഈ സമയത്ത് ഈ ഉപ്പിൻ്റെ കൂടെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് അരമണിക്കൂർ ഒന്ന് വെച്ചിട്ട് വേണം അപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് അപ്പം ഉണ്ടാക്കാം. അപ്പച്ചട്ടി ചൂടായോ എന്ന് അറിയാനായിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം തളിക്കണം. അത് ബബിള് പോലെ വരികയാണെങ്കിൽ അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. തുടച്ച് മാറ്റാം. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അപ്പം ചുട്ടെടുക്കാവുള്ളൂ. അതേപോലെ അപ്പം ചുടുമ്പം ഈ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിക്കരുത്. ഈ ചട്ടി ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കറക്കിയിട്ട് വേണം ഈ ഫ്ലെയിമിലേക്ക് വെക്കാൻ. ഇതിപ്പം ഒരു ഫാമിലിക്കുള്ള അപ്പത്തിൻ്റെ ബാറ്ററാണ് ഞാൻ ഇന്നിപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇനിയും ഈ അപ്പത്തിൻ്റെ കൂടെ നമുക്കൊരു ചിക്കൻ കുറുമയും കൂടെ വേണ്ടേ. അപ്പം അടുത്ത എപ്പിസോഡിൽ എങ്ങനെയാണ് ചിക്കൻ കുറുമ ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം എല്ലാവരും ഈ അപ്പം ഒന്ന് ട്രൈ ചെയ്യണം. ഇത് നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരപ്പമാണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യില്ലേ?